മക്കളെ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ പീരിയോഡിക് ടേബിളും അതിലുള്ള കുറേ എലമെൻസിനെയൊക്കെ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കുള്ള വലിയൊരു ടെൻഷൻ ആയിരിക്കും, എങ്ങനെ ഈ 20 എലമെൻസിനെ, എങ്ങനെ ഈ 30 എലമെൻസിനെയൊക്കെ ഓർത്ത് വെക്കും എന്നുള്ള വലിയൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ വലിയ കാര്യമായിട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട. നമുക്ക് ഓൾറെഡി ഈ അറ്റോമിക് നമ്പറും കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. പക്ഷെ എന്ത് ചെയ്യണം, ഭാവിയിലേക്ക് നമ്മൾ ഈ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കുമ്പോൾ എന്തായാലും ഇവരെയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ തൊട്ട് തന്നെ ആ 20 പേരെയൊക്കെ മെല്ലെ അങ്ങോട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ 20 എലമെന്റ്സ്, അതായത് നമ്മളുടെ 20 എലമെന്റ്സിനെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു കോഡുമായിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആ 20 എലമെന്റ്സിനെ പഠിക്കാം. അപ്പോൾ നമുക്ക് കോഡ് നോക്കിയാലോ. സിമ്പിൾ കോഡാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു, നമ്മൾ എന്ത് പറയും, ഹായ് ഹലോ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അത്രേ പറയണ്ടോ. അപ്പോൾ ഹായ്, നമ്മളുടെ പെണ്ണ് നമ്മൾ ചതിച്ചോ. ഹായ് ഹലോ, ഇത് എഴുതാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടില്ല. ഒരു ഫ്രണ്ടിനെ കണ്ടു, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഹായ് ഹലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഫ്രണ്ടിന്റെ പേരെന്താണെന്നറിയോ? നമ്മളുടെ ഫ്രണ്ടിന്റെ പേരെന്ന് പറയുന്നത് ലിബിയാണ്. എന്ത് ക്യൂട്ടാല്ലേ നമ്മളുടെ ലിബീനെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് പറയാണ്, ഹായ് ഹലോ ലിബി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, അപ്പോൾ ലിബി ആണെങ്കിൽ ബിസി ആയിട്ടാണ് ഇരിക്കുന്നത്, ആളെന്തോ കുടിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ബബിൾ ടീ ആണ് ആൾ കുടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചോദിക്കുകയാണ്, ബിസി ആണോ എന്ന് ചോദിച്ചു. നമ്മൾ എന്ത് ചോദിച്ചു, ബിസി ആണോ എന്ന് ചോദിച്ചു. പക്ഷെ നമ്മളുടെ ലിബി നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെയാണ്. അപ്പോൾ ആൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആളെന്ത് പറഞ്ഞു, ബബിൾ ടീ കുടിക്കുകയാണെങ്കിലും അതെനിക്കൊരു വിഷയമേ അല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ലിബി നമ്മളോട് എന്ത് പറഞ്ഞു, ബിസി ആണോ എന്ന് ചോദിച്ചപ്പോൾ നോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഫൈൻ. ഓക്കെ ഫൈൻ. അപ്പോൾ കിട്ടിയോ, എന്താണ് സംഭവിച്ചത്, നമ്മൾ നമ്മളുടെ ഫ്രണ്ടിനെ കണ്ടു, അപ്പോൾ ആളോട് ബിസി ആണോ എന്ന് ചോദിച്ചു, ആൾ നോ പറഞ്ഞു, നമ്മൾ ഫൈൻ പറഞ്ഞു. അപ്പോൾ ഹായ് ഹലോ ലിബി, ബിസി ആണോ, നോ, ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 10 എലമെന്റ്സിന് എന്ത് ചെയ്തു, എൻ്റെ മക്കൾ ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഹായ് എന്ന് പറയുന്നതിൽ ആരുണ്ട്, നമ്മളുടെ സ്വന്തം ഹൈഡ്രജൻ ചേട്ടൻ. ആരാണുള്ളത്, നമ്മുടെ സ്വന്തം ഹൈഡ്രജൻ. ഹെലോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു HE ഉണ്ട് അല്ലേ, അതാരാണ്, നമ്മുടെ സ്വന്തം ഹീലിയം കുട്ടൻ അല്ലേ. അടുത്തതാരാ, നമ്മളുടെ ക്യൂട്ടായിട്ടുള്ള ലിബിക്കുട്ടിയാണ്. അപ്പം അതിൽ LI എന്ന് പറയുന്നത് ആരാ, നമ്മളുടെ ലിഥിയമാണ്. അതുപോലെ BE എന്ന് പറയുന്നത് ആരാ, നമ്മളുടെ ബെറിലിയമാണ്. കിട്ടിയോ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം. ഹായ് ഹലോ ലിബി, അത്രയാളെ കിട്ടിയില്ലേ. ഇനി എന്താ, ബിസി ആണോ എന്ന് നമ്മൾ ചോദിച്ചു അല്ലേ. അപ്പൊ ബിസി ആണോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ 2 പേരുണ്ട്. ആരൊക്കെയാണ്, ബി എന്ന് പറയുന്നത് നമ്മളുടെ ബോറോൺ ആണ്, സി എന്ന് പറയുന്നത് നമ്മളുടെ കാർബൺ ആണ്. കിട്ടിയോ, ബിസിയിൽ ബോറോൺ ഉണ്ട്, കാർബൺ ഉണ്ട്. അടുത്തത് നോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ ലിബിക്കുട്ടി എന്ന് പറഞ്ഞു, നോ എന്ന് നമ്മളോട് പറഞ്ഞു അല്ലെ. അപ്പൊ നോ എന്ന് പറയുമ്പോൾ അവിടെ 2 ആൾക്കാരുണ്ട്. N എന്ന് പറയുന്നത് നമ്മളുടെ നൈട്രജൻ ആണ്, O എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം ഓക്സിജൻ ആണ്. ഓക്കെ, അടുത്ത എന്താ, അപ്പൊ നോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫൈൻ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഫൈൻ എന്ന് പറയുമ്പോൾ അവിടെയും 2 ആൾക്കാരുണ്ട്, എഫും അതേപോലെ തന്നെ NEയും ആണ് കേട്ടോ. അപ്പൊ F എന്ന് പറയുന്നത് നമ്മളുടെ ഫ്ലൂറിൻ ആണ്, അതുപോലെ NE എന്ന് പറയുന്നത് നിയോൺ ആണ്. പഠിച്ചോ, ആദ്യത്തെ 10 പേര് ഇപ്പൊ തന്നെ മക്കളൊന്ന് പഠിച്ചേ. ഹായ് ഹലോ ലിബി, ബിസി ആണോ, നോ, ഫൈൻ. ക്ലിയർ ആയില്ലേ. എന്നാൽ നമുക്ക് അടുത്ത 10 പേരെ പഠിച്ചാലോ. റെഡി അല്ലേ. അപ്പൊ അടുത്ത 10 പേരെ പഠിക്കാൻ നമ്മളുടെ കട്ടപ്പനയിലെ ഋതിക് റോഷനിലെ ഒരു സീൻ ഉണ്ട്. ഒരു സോമൻ, ശശി അങ്ങനെയൊക്കെ പേര് മാറ്റുന്ന ഒരു സീൻ ഉണ്ട് അല്ലെ. അപ്പൊ അവിടെയുള്ള സോമൻ എന്നുള്ള പേര് നിങ്ങൾ ആലോചിക്കാം. അപ്പൊ എന്താ അവിടെ ഉണ്ടായെന്നറിയോ, സോമൻ ചേട്ടൻ എന്ത് ചെയ്തു എന്നറിയോ, അലുമിനിയം പാത്രം എടുത്തു. സോമൻ ചേട്ടൻ എന്ത് ചെയ്തു, അലുമിനിയം പാത്രം എടുത്തു. അലുമിനിയം പാത്രത്തിൽ പാത്രം എടുത്ത് എന്തെങ്കിലുമൊക്കെ ഇടണല്ലേ. അപ്പൊ അലുമിനിയം പാത്രത്തിൽ കുറച്ച് സിലിക്കൺ എടുത്തു. അപ്പൊ സിലിക്കൺ നിങ്ങൾ ഉണ്ടാക്കുക, നമ്മൾ സാധാരണ പാത്രത്തിൽ വല്ല മിച്ചറോ അതുപോലെ കേക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്ത് കഴിക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ കേക്ക് ആയിട്ട് നമ്മൾ ആരെ സങ്കല്പിക്കുക, നമ്മളുടെ സിലിക്കണെ നമ്മൾ അങ്ങോട്ട് സങ്കല്പിക്കുക. ഓക്കെ, അപ്പൊ സോമൻ ചേട്ടൻ അലുമിനിയം പാത്രത്തിൽ സിലിക്കണുമായിട്ട് നമ്മൾ എന്തായാലും അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കൊടുക്കില്ലേ, അതേപോലെ തന്നെ നമ്മൾ സോമൻ ചേട്ടൻ അയൽക്കാരേക്ക് ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ നമ്മൾ സോമൻ ചേട്ടന്റെ അയൽക്കാരൻ ആരാണ്, നമ്മളുടെ പൊന്നിയിൻ സെൽവനാണ്. അപ്പൊ സോമൻ ചേട്ടൻ അലുമിനിയം പാത്രത്തിൽ സിലിക്കണുമായിട്ട് പൊന്നിയിൻ സെൽവൻ, അപ്പൊ ഞാൻ PS എഴുതുന്നുള്ളൂ കേട്ടോ, PS1 PS2 ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, പൊന്നിയിൻ സെൽവന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ വെറുതെ അല്ല ചെന്നത്, കൂടെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടിയിട്ട് പോവല്ലേ, നമ്മൾ എന്തായാലും ഒരു സാധനം കൊടുക്കാൻ പോവല്ലേ. അപ്പൊ പൊന്നിയിൻ സെൽവന്റെ അടുത്തേക്ക് ആളുടെ മോളായിട്ടുള്ള ക്ലാര
ഓക്കെ, ലിബീനെ പോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടാണ് ആരിയിരിക്കുന്നത്, നമ്മുടെ ക്ലാര കുട്ടി ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ക്ലാരേനെയും അതേപോലെ നമ്മുടെ ഹൃദയത്തിലെ അരുൺ, എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ലേ. അപ്പോൾ മിസ്സിൻ്റെ പേര് ദർശന ആയതുപോലെ അരുണിനെ ആരും അങ്ങനെ മറക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പം നമ്മളുടെ അരുണിനെയും ഓക്കെ ക്ലാരേനെയും അരുണിനെയും കൂട്ടിയിട്ട് പൊന്നിയിൻ സെൽവൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ എന്താണ് അടുത്ത ആൾക്കാരെ പഠിക്കാനുള്ള കോഡ്? നമ്മളുടെ സോമൻ ചേട്ടൻ അലുമിനിയം പാത്രത്തിൽ സിലിക്കൺ കേക്ക് ആണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ സോമൻ ചേട്ടൻ അലുമിനിയം പാത്രത്തിൽ സിലിക്കണുമായിട്ട് വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന പൊന്നിയിൻ സെൽവൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ വെറുതെ വെറും കൈയോടെയല്ല ചെന്നത്, കൂടെ 2 കൈയിൽ ആര് കൂടി ഉണ്ടായിരുന്നു? ക്ലാരയെയും അരുണിനെയും കൂട്ടിയിട്ടാണ് ചെന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആരൊക്കെയുണ്ട്? ദേ ഈ സോമൻ എന്ന് പറയുമ്പോൾ അവിടെ 2 ആൾക്കാർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആരൊക്കെയാ? നമ്മളുടെ സോഡിയം ഉണ്ട്, അതുപോലെ തന്നെ മഗ്നീഷ്യം ഉണ്ട്. ഓക്കെ, അലുമിനിയം പിന്നെ ഓൾറെഡി അലുമിനിയം പാത്രത്തിൽ തന്നെ നമുക്ക് കിട്ടി. സിലിക്കണും അതേപോലെ നമ്മളുടെ കേക്കിന്റെ സ്ഥാനത്ത് സിലിക്കൺ വന്നിട്ടുണ്ട്. ഇനി പൊന്നിയിൻ സെൽവനിലെ പിയും എസും ഉണ്ട് അല്ലേ, അത് 2 ആൾക്കാരാണ്. പി എന്ന് പറയുന്നത് നമ്മളുടെ ഫോസ്ഫറസ് ആണ്, എസ് എന്ന് പറയുന്നത് നമ്മളുടെ സൾഫർ ആണ്. ദെൻ ക്ലാരയിലെ Cl എന്ന് പറയുന്നത് നമ്മളുടെ ക്ലോറിൻ ആണ്. അരുണിലെ AR എന്ന് പറയുന്നത് ആർഗൺ ആണ്. അപ്പോൾ പഠിച്ചോ, സോമൻ ചേട്ടൻ അലുമിനിയം പാത്രത്തിൽ സിലിക്കണുമായി പൊന്നിയിൻ സെൽവന്റെ അടുത്ത് ക്ലാരയെയും അരുണിനെയും കൂട്ടിച്ചെന്നു. അപ്പൊ സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ 18 പേരായി. ഇപ്പോൾ ഇനി 2 പേര് കൂടി പഠിക്കാനുണ്ട്. അവരെ നിങ്ങൾ അങ്ങോട്ട് ഓർക്കാം. പുക അങ്ങോട്ട് ഓർക്കാം. എന്താ ആലോചിക്കുക? പുക. മൊത്തം ഇപ്പം എല്ലാം കൂടി പഠിച്ചപ്പോൾ മൊത്തത്തിൽ എന്തായി? ഒരു പുകയായില്ലേ? ആ പുകയെ അങ്ങോട്ട് ഓർത്താൽ മതി. എന്തായി? എന്ന് പറയുന്നത് നമ്മളുടെ പൊട്ടാസ്യം ആണ്. അതുപോലെ Ca എന്ന് പറയുന്നത് പുകയിലെ എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ കാൽഷ്യം ആണ്. അപ്പം അതേ കാൽഷ്യം വരെ പഠിച്ചു കഴിഞ്ഞാൽ 20 എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു? വളരെ ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇനി 20 എലമെന്റ്സിനെ എങ്ങനെ പഠിക്കും എന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കുഞ്ഞു കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈസി ആയിട്ട് 20 എലമെന്റ്സിനെ പഠിക്കാം. അപ്പം മക്കൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നി, അതുപോലെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കണം. മറക്കരുത് കേട്ടോ, കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസ് ഒക്കെ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ എഴുതിയിടുക. ഏത് പോർഷനാണ് വേണ്ടതെന്നൊക്കെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയിടുക. മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.